എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് വൺ UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവർക്കും തന്നെ അറിയാം, ഇന്ത്യയുടെ മേലെ 50% അധിക തീരുവ ചുമത്തിയിരിക്കുകയാണ് അമേരിക്ക എന്നുള്ളത്. എന്നാൽ ആ ചുമത്തിയ തീരുവ എത്രത്തോളം ഇന്ത്യയിലെ ജനങ്ങളെ ബാധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിലൂടെ കേരളത്തിലെ കയറ്റുമതിയെ എങ്ങനെ ബാധിച്ചു എന്നും നമുക്ക് നോക്കാം. ഇന്ത്യക്ക് 50% അധിക തീരുവ US ഏർപ്പെടുത്തിയതോടെ പ്രതിസന്ധിയിലായത് കേരളത്തിലെ കയറ്റുമതി രംഗവും കൂടിയാണ്. കേരളത്തിൻ്റെ ആകെ കയറ്റുമതി വരുമാനമായ 40,000 കോടിയിൽ 70% വരുന്ന മത്സ്യ കർഷക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയെ സാരമായി തന്നെ ബാധിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. പകരം വിപണി കണ്ടെത്തിയാലും US വിപണിയിൽ ഉണ്ടായിരുന്ന നഷ്ടത്തിന് പരിഹാരമാവില്ലെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. തുണിത്തരങ്ങൾ, കയറുൽപ്പന്നങ്ങൾ, തേയില, കശുവണ്ടി, സുഗന്ധദ്രവ്യങ്ങൾ, ചെമ്മീൻ ഉൾപ്പെടെയുള്ള സമുദ്ര ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചർ തുടങ്ങിയവയാണ് കേരളത്തിൽ നിന്ന് പ്രധാനമായി US വിപണിയിലെത്തുന്ന ഉൽപ്പന്നങ്ങൾ. കഴിഞ്ഞ ആഴ്ചയിൽ 25% തീരുവ ഏർപ്പെടുത്തിയതോടെ തന്നെ ഈ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി പ്രതിസന്ധിയിലായിട്ടുണ്ട്. അധിക തീരുവ കേരളത്തിൻ്റെ കയറ്റുമതി വ്യവസായത്തിൻ്റെ നട്ടെല്ലൊടിക്കുമെന്നാണ് പറയുന്നത്. പകരം വിപണി കണ്ടെത്തിയാലും തിരിച്ചടിയുടെ ആഘാതം കുറയ്ക്കാനാകില്ല. അധിക ചിലവ് ഒഴിവാക്കാനായി US കമ്പനികൾ ഇന്ത്യക്ക് പകരം മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചാൽ വിപണിയിലേക്കുള്ള തിരിച്ചുവരവ് പോലും അസാധ്യമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തെ ഇത് ഒരുപാട് ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കേരളത്തെ പോലെ തന്നെ തമിഴ്നാട്, ബാക്കിയുള്ള സംസ്ഥാനങ്ങളെയും ഇത് ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അമേരിക്കയുടെ ഈ തീരുവ വർദ്ധിപ്പിക്കുന്നതിൽ ഇന്ത്യക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. പല കർഷക വിപണന മേഖലകളിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി നിർത്തേണ്ട ഒരു സാഹചര്യം വരികയും ഈ തീരുവയിലൂടെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ വരുന്നുമുണ്ട്. തുണിത്തരങ്ങളും നൽകുന്നതും പിന്നെ കയറുൽപ്പന്നങ്ങൾ, തേയില, മറ്റ് കശുവണ്ടി പോലുള്ള ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനു കൂടെ ഈ തീരുവ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് വ്യവസായത്തിൻ്റെ നട്ടെല്ലൊടിക്കുമെന്നാണ് ഇപ്പോൾ വ്യാപാരികൾ പറയുന്നത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.